ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാന എഞ്ചിനായ കാവേരി അതിന്റെ പുത്തൻ കരുത്തുമായി തിരിച്ചു വരികയാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് 90 കിലോ ന്യൂട്ടൺ കരുത്തുള്ള ഒരു വമ്പൻ എഞ്ചിനാണ്. എന്താണ് ഈ പ്രോജക്റ്റ്? ഇത് നമ്മുടെ യുദ്ധവിമാനങ്ങളെ എങ്ങനെ മാറ്റും? നമുക്ക് നോക്കാം. കാവേരി എഞ്ചിൻ പ്രോജക്റ്റിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തേത് നിലവിലുള്ള GTX 35VS കാവേരി എഞ്ചിന്റെ സർട്ടിഫിക്കേഷനാണ്. ഒരു എഞ്ചിൻ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്നതിന് മുമ്പ് അത് കഠിനമായ പരിശോധനകൾ കടന്നു പോകണം. ഇതിനെയാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വരും മാസങ്ങളിൽ തന്നെ ഇതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ആരംഭിക്കും. എഞ്ചിന്റെ കരുത്ത്, ഇന്ധനക്ഷമത, വിശ്വാസ്യത എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. പുതിയ കാവേരി എഞ്ചിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അസാമാന്യമായ കരുത്താണ്. ഇതിന് 2 മോഡലുകളുണ്ട്. എഞ്ചിന്റെ സ്വാഭാവികമായ കരുത്ത് അഥവാ ഡ്രൈ ട്രസ്റ്റ് 55 മുതൽ 59 kN വരെയാണ്. ഇത് സാധാരണ ദൗത്യങ്ങൾക്കും ദീർഘദൂര പറക്കലുകൾക്കും വിമാനത്തിന് മികച്ച സ്ഥിരത നൽകുന്നു. എന്നാൽ യുദ്ധ സാഹചര്യങ്ങളിലോ അതിവേഗ കുതിപ്പിനോ വേണ്ടി ആഫ്റ്റർ ബേണർ പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന വെസ്റ്റ് ത്രസ്റ്റ് 90 kN വരെ ഉയരുന്നു. ഈ ഉയർന്ന കരുത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര നിർണായകമാകുന്നത്? കാരണം നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCയെ പോലുള്ള അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾക്ക് ശത്രു വിമാനങ്ങളെക്കാൾ മുൻതൂക്കം നേടാനും സൂപ്പർസോണിക് വേഗതയിൽ പറക്കാനും ഇത്രയും ശക്തമായ ഒരു പവർ പ്ലാന്റ് അത്യാവശ്യമാണ്. 1980കളിൽ ആരംഭിച്ച കാവേരി പ്രോജക്റ്റ് പലതവണ തടസ്സപ്പെട്ടിരുന്നു. എഞ്ചിന്റെ ഭാരം കൂടുന്നതും ആവശ്യത്തിന് കരുത്ത് ലഭിക്കാത്തതുമായിരുന്നു അന്നത്തെ പ്രശ്നങ്ങൾ. എന്നാൽ തോറ്റുകൊടുക്കാൻ GRTE തയ്യാറായില്ല. 1600 മണിക്കൂറിലധികം നടത്തിയ ഗ്രൗണ്ട് ടെസ്റ്റുകളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ പുതിയ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി സഹകരിച്ച് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. നിലവിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കയുടെ GE എഞ്ചിനുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. കാവേരി എഞ്ചിൻ വിജയകരമാകുന്നതോടെ ഈ വിദേശ ആശ്രിതത്വം അവസാനിക്കും. ലോകത്തിലെ തന്നെ മികച്ച എഞ്ചിനുകളായ യൂറോ ഫൈറ്ററിലെ EJ200, മിഗ് വിമാനങ്ങളുടെ RD-33 എന്നിവയോട് കിടപിടിക്കുന്നതായിരിക്കും പുതിയ കാവേരി. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഡ്രോണുകൾക്കും ട്രെയിനർ വിമാനങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അടുത്ത 12 മുതൽ 18 മാസത്തിനുള്ളിൽ കാവേരി എഞ്ചിന്റെ നിർണായകമായ പറക്കൽ പരീക്ഷണങ്ങൾ നടക്കും. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നാൽ 2030ഓടെ നമ്മുടെ സ്വന്തം കരുത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ ആകാശം കീഴടക്കുന്നത് നമുക്ക് കാണാം. ബംഗളൂരുവിലെ GRTE ലാബുകളിൽ ശാസ്ത്രജ്ഞർ അഹോരാത്രം പരിശ്രമിക്കുകയാണ്. ഗോദ്രജ് എയ്റോസ്പേസ് പോലുള്ള സ്വകാര്യ പങ്കാളികളും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ചുരുക്കത്തിൽ കാവേരി എന്നത് വെറുമൊരു എഞ്ചിനല്ല, മറിച്ച് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ അഭിമാനമാണ്. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നതിൽ സംശയമില്ല.